സനാതനത്തിനെ പിടിച്ച് മുഖ്യമന്ത്രിയായിട്ടങ്ങ് ബന്ധപ്പെടുത്തി. മുഖ്യമന്ത്രി നടത്തിയ ഒരു പ്രസംഗം ഒരു വിവാദമായിരിക്കുകയാണ് ഇപ്പോൾ. വിവാദമായതല്ല, വിവാദം ആക്കിയെടുത്തിരിക്കുകയാണ്. മുഖ്യമന്ത്രി പറഞ്ഞത്രേ, ശ്രീനാരായണ ഗുരു സനാതന ധർമ്മത്തിൻ്റെ വക്താവോ പ്രയോക്താവോ അല്ല. എന്താ അദ്ദേഹം പറഞ്ഞാൽ തെറ്റ്? ഇവിടെ കുറേ പേര് സനാതന ധർമ്മം എടുത്തുകൊണ്ട് വരുമ്പോൾ എനിക്ക് ഈ സനാതന പക്ഷക്കാരോട് ചോദിക്കാനുള്ളൊരു ചോദ്യമുള്ളൂ. ഒരു ഹിന്ദുവായിട്ട് ജനിച്ചതുകൊണ്ട് ഈ സനാതനം സനാതനം എന്നങ്ങ് 4 തവണ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സനാതനത്തിൻ്റെ വക്താക്കളാവുമോ? ആദ്യമായിട്ട് ഈ സനാതനധർമ്മം എന്തൊക്കെയാണെന്ന് പഠിക്കുക. ഈ ഒരു സനാതനധർമ്മത്തെക്കുറിച്ച് ഓതൻറ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു പബ്ലിക്കേഷൻ, ഒരു പ്രസിദ്ധീകരണം, ഒരു ബുക്ക് ആരെങ്കിലും എഴുതിയതായിട്ട്, അതായത് നമ്മൾ പറയാറില്ലേ വാൽമീകിയുടെ രാമായണം, വ്യാസൻ്റെ മഹാഭാരതം എന്നൊക്കെ പറയുന്ന പോലെ സനാതനധർമ്മത്തെക്കുറിച്ച് ഏത് ബുക്കാണ് ഉള്ളത്? അതുകൊണ്ട് എനിക്കൂടെ ഒന്ന് പറഞ്ഞതാണ്. ഞാനൊരു ഹിന്ദുവാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന കേരള മുഖ്യമന്ത്രി, അദ്ദേഹത്തിന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് പറയാനുള്ള അവകാശമില്ലേ? ഈ ശ്രീനാരായണ ഗുരുവിൻ്റെ മുകളിൽ ശ്രീ പിണറായി വിജയനും ഒരു അവകാശമൊക്കെ ഇല്ലേ? അതോ പിണറായി വിജയൻ മുഖ്യമന്ത്രിയായി പോയതുകൊണ്ട്, അദ്ദേഹം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായി പോയതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ശ്രീനാരായണ ഗുരുവിനെ ഗുരുവായിട്ട് അംഗീകരിക്കാനുള്ള അവകാശമില്ലേ? ഞാനൊരു ഇഴവനല്ല, എങ്കിലും എൻ്റെ ഗുരുവാണ് ശ്രീനാരായണ ഗുരു. ഞാൻ അദ്ദേഹത്തെ ആദരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ചിന്തകൾ, അദ്ദേഹത്തിൻ്റെ പ്രവൃത്തികൾ ഒരുപാട് ഞാൻ അദ്ദേഹത്തിനോട് കടപ്പെട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ആകെപ്പാടെ അറിയാവുന്ന ഒരു കാര്യമുണ്ട്. നാരായണ ഗുരു പണ്ടങ്ങോ പറഞ്ഞു, ഒരു ജാതി ഒരു മതം ഒരു ദൈവം. ഈ ഒരു കാര്യം പറഞ്ഞു നടക്കാനല്ലാതെ നാരായണ ഗുരു ശരിക്ക് എന്തൊക്കെയാണ് പറഞ്ഞതെന്നുള്ള കാര്യത്തിനെക്കുറിച്ച് ആർക്കും വ്യക്തമായിട്ട് വിവരമൊന്നുമില്ല. കാരണം ആർക്കും വായിക്കാൻ താല്പര്യമില്ല. അദ്ദേഹത്തിന് ഒരു ഈഴവ നേതാവായിട്ട് അങ്ങ് മുദ്ര കുത്തിയിരിക്കുകയാണ്. ആദ്യം ഗുരു ആണെന്ന് മനസ്സിലാക്കുക, ഗുരുവചനങ്ങൾ, ഗുരു ചിന്തകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് വേണം ഈ മുഖ്യമന്ത്രിയെ കുറ്റം പറയാനായിട്ട്.